ഖത്തർ ജനതയുടെ മഹാനായ പിതാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി മരണപ്പെട്ടു. അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്താ പറയേണ്ടത്? അല്ലാഹു യർഹമു, അല്ലാഹു യർഹമു. ഇവിടെ ആ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അവിടുത്തെ കുട്ടികളുടെ ദുഃഖത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അതോടൊപ്പം ഒറ്റ കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. എന്താണ് ഇങ്ങനെയുള്ള മഹാന്മാർ മരണപ്പെടുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ എന്തു പറയണം? അതുപോലെ അവരുടെ മക്കൾ, അവരുടെ കുടുംബങ്ങൾ, ഇന്നത്തെ ഭരണാധികാരികൾ അവരുടെ മക്കളാണ്. ആ ഭരണാധികാരികൾക്ക്, അത് മക്കൾക്ക് നാം കൊടുക്കേണ്ട ആശ്വാസവാക്ക് എന്താണ്? ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. അല്ലാഹു യർഹമു. അപ്പോൾ മഹാനായ പിതാവിനെ കുറിച്ച് നമുക്കിങ്ങനെ പറയാം, അല്ലാഹു യർഹമു, അല്ലാഹു യർഹമു. ഇനി നിങ്ങളെപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമം ഉരുവിടുമ്പോഴും നിങ്ങൾക്ക് പറയാം അല്ലാഹു യർഹമു. അതായത് ഒരു മരണപ്പെട്ടൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥമുള്ളത്. ഞാൻ നേരത്തെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഈ ഒരു സാഹചര്യത്തിൽ സ്പെഷ്യൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണല്ലോ. അപ്പോൾ അതാണ് അല്ലാഹു യർഹമു, അല്ലാഹു യർഹമു. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മുടെ അതിൻ്റെ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ നമ്മുടെ കൊളീഗ്, അതല്ലെങ്കിൽ നമ്മുടെ കഫീൽ, അർബാബ്, അവരുടെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നൊരു വാക്കുണ്ട്. എന്താണത്? നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അതിൻ്റെ കറക്റ്റ് തർജ്ജമയൊന്നല്ല പറയേണ്ടത്. അഹ്സൻ അല്ലാഹു അസാഖ്, അഹ്സൻ അല്ലാഹു അസാഖ് എന്നാണ്. അത് കുറേ ആൾക്കാർ അവരുടെ കൂടെ അഹ്സൻ അല്ലാഹു അസാഖും കൈപിടിക്കുക, സലാം പറയുക, അസ്സലാമു അലൈക്കും, അഹ്സൻ അല്ലാഹു അസാഖും, അഹ്സൻ അല്ലാഹു അസാഖും. ആ ദുഃഖം നിറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലൊക്കെയും നിങ്ങളുടെ ആ മക്കളോടോ ബന്ധുക്കളോടോ നിങ്ങൾക്ക് പറയാൻ പറ്റിയൊരു വാക്കാണ് അഹ്സൻ അല്ലാഹു അസാഖും. ഖത്തറിലുള്ള ആ കുടുംബങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള, അവിടുത്തെ അറബിക്കിൻ്റെ വിദ്യാർത്ഥികൾ പോലും ഈ ദുഃഖത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ്, ഞങ്ങളും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അഹ്സൻ അല്ലാഹു അസാഖും, അഹ്സൻ അല്ലാഹു അസാഖും. അതുപോലെ അല്ലാഹു യർഹമു, അല്ലാഹു യർഹമു അദ്ഖലഹു ഫി ജന്നാതിഹി നഈം. ദൈവത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്വർഗീയ ലോകത്ത് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കട്ടെ. ഈ ഒരു പ്രാർത്ഥനകൾ ദീർഘമാണ്. അതൊക്കെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സന്തോഷം നിറഞ്ഞ കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെ കണ്ണീരുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ദുഃഖത്തിൽ പങ്കുചേരുവാനും അതോടൊപ്പം ചില പ്രാർത്ഥനകളും ഞാനിന്ന് പഠിപ്പിച്ചു. അതൊക്കെ നിങ്ങൾ 2 പോയിൻ്റാണെന്നുള്ളത്. ഒന്ന് അല്ലാഹു യർഹമു. അത് മാത്രമല്ല, അതുപോലെ ഏത് മരണം കേൾക്കുമ്പോഴും ഇനി ഞാൻ പറയണം തവഫ വാലിദി ഖബ്ല 20 സന, തവഫ വാലിദി ഖബ്ല 20 സന. എൻ്റെ പിതാവ് ഒരു 20 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹു യർഹമു, അല്ലാഹു യർഹമു, ദൈവം അദ്ദേഹത്തിന് കരുണ ചൊരിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ എന്നോടൊരാൾ പറഞ്ഞു അവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്, അപ്പോഴും പറയാം. അപ്പം മരണം കേൾക്കുമ്പോഴൊക്കെയും ആ മരിച്ച വ്യക്തിക്കുള്ള പ്രാർത്ഥനയാണിത് അല്ലാഹു യർഹമു എന്നത്. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈർ. അല്ലാഹു അലൈക്കും, മഅസ്സലാമ.